واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 48-ാമത്തെ ആയത്തിന്റെ 4-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് പരലോക ദിവസത്തെ സൂക്ഷിക്കുവാൻ പറഞ്ഞതും ആ ദിവസം ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമാണെന്നും ആരുടെയും ശുപാർശ ഉപകാരപ്പെടാത്ത ദിവസമാണ് ആ പരലോക ദിവസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇന്ന് ആ പരലോക ദിവസത്തിന്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞ 4 കാര്യങ്ങളിലെ 3-ാമത്തെ വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വലാ യുഖദു മിൻഹാ അദ്ൽ, അന്ന് ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയില്ല എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് അവിശ്വാസികളായ ആളുകൾക്ക് അന്ന് അല്ലാഹു അവരെ വിചാരണ നടത്തുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ അവിടെ ഒരു പ്രായശ്ചിത്തവും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളെ അറിയിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഉയർത്തിയെഴുന്നേൽപ്പിന്റെ നാളിലെ ശിക്ഷ ഒഴിവായി കിട്ടുവാൻ വേണ്ടി പ്രായശ്ചിത്തം നൽകുന്നതിനായി സത്യനിഷേധികളുടെ കൈവശം ഭൂമിയിലുള്ളത് മുഴുക്കെയും അത്ര തന്നെ വേറെയും ഉണ്ടായിരുന്നാൽ പോലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് സൂറത്തുൽ മാഇദയിലെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടി ഇസ്രായേൽ സന്തതികളെ അറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. വലാ യുഖദു മിൻഹാ അദ്ൽ, അന്ന് ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയില്ല എന്നാണ്. ഇതേ കാര്യമാണ് സഹോദരങ്ങളെ സൂറത്തുൽ ആൽ ഇംറാനിലെ 91-ാമത്തെ ആയത്തിൽ അവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിടെ അല്ലാഹു പറയുന്നത് അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല, അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഭൂഗോളം നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അവിശ്വാസികളായി മരിച്ച ആളുകൾ അവരിൽ നിന്ന് അല്ലാഹു ഒന്നും നാളെ സ്വീകരിക്കുകയില്ല എന്നാണ്. ഈ രൂപത്തിൽ നരകത്തിന്റെ അവകാശികളായ ആളുകൾ അവരുടെ അവസ്ഥ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് അവരെ കുറിച്ച് പറഞ്ഞത് വൈൻ തഅദിൽ ഖുൽ അദ്ലിൻ ലാ യുഖദ് മിൻഹാ, എല്ലാവിധ പ്രായശ്ചിത്തവും നൽകിയാലും ആ ആത്മാവിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് സൂറത്ത് അൻആമിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിശ്വാസികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ഭൂമി മുഴുവൻ ഉടമപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതെല്ലാം പ്രായശ്ചിത്തമായി നൽകുവാൻ താല്പര്യം കാണിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. വലൗ അന്ന ലികുല്ലി നഫ്സിൻ വലമത് മാ ഫിൽ അർളി ലഫ്തദത് ബിഹി, അക്രമം പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഭൂമിയിലുള്ളത് മുഴുവൻ കൈവശമുണ്ടായിരുന്നാൽ പോലും അയാൾ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു എന്നാണ് സൂറത്ത് യൂനസിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഭൂമിയും അതിനിരട്ടിയും താൻ ഉടമപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതെല്ലാം നൽകി ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം കണ്ടെത്തുവാൻ വേണ്ടി അവിശ്വാസികൾ ശ്രമം നടത്തുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന, തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചവർക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത്. വല്ലദീന ലം യസ്തജീബൂ ലഹു ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി, അവന്റെ ആഹ്വാനം സ്വീകരിക്കാത്തവരാകട്ടെ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി അവർക്കുണ്ടായിരുന്നാൽ പോലും തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അതൊക്കെയും അവൻ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നതാ ഉലൈക ലഹും സൂൽ ഹിസാബ്, അവർക്കാണ് കടുത്ത വിചാരണയുള്ളത്. വമഅവാഹുമുൻ ജഹന്നം, അവരുടെ സങ്കേതം അത് നരകമാണ്. വബിയസൽ മിഹാദ്, ആ വാസസ്ഥലം എത്ര മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ റഅദിലെ
48-ാമത്തെ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്, യുജാഉ ബിൽ കാഫിരി യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു അവിശ്വാസിയെ കൊണ്ടുവരപ്പെടുമെന്നാണ്. ഫയുഖാലു ലഹു, എന്നിട്ട് അവനോട് പറയപ്പെടും, അറഅയ്ത ലൗ കാന ലക മിഉലുൽ അർളി ദഹബൻ അകുൻത തഫ്തദി ബിഹി, ഭൂമി നിറയെ സ്വർണം നിനക്കുണ്ട് എങ്കിൽ നീ അത് പ്രായശ്ചിത്തമായി നൽകുമോ? നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ആ വിശ്വാസിയോട് ചോദിക്കുമെന്നാണ്. ഫയഖൂലു നഅം, ആ സമയം ആ അവിശ്വാസി പറയും അതേ എന്ന്. എന്തു പറയും? ഭൂമി നിറയെ സ്വർണം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രായശ്ചിത്തം നൽകിക്കൊണ്ട് അതിൽ രക്ഷപ്പെടുന്ന വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോഴാണ് അതെ, ഞാൻ അപ്രകാരം ചെയ്യും, ഭൂമി നിറയുള്ള സ്വർണം എനിക്കുണ്ട് എങ്കിൽ അത് മുഴുവൻ പ്രായശ്ചിത്തമായി ഞാൻ നൽകുമെന്ന് ആ വിശ്വാസി പറയുമ്പോൾ ഫയുഖാലു ലഹു, അപ്പോൾ അവനോട് പറയപ്പെടുമെന്നാണ്. എന്താ അവനോട് പറയാ? ഖദ് കുൻത സുഇൽത മാ ഹുവ ഐസറു മിൻ ദാലിക, അതിനേക്കാളെല്ലാം ഏറ്റവും എളുപ്പകരമായതാണ് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഒരാൾക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സ്വർണവും ഉടമപ്പെടുത്തുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരാൾക്ക് ഈ ഭൂമി മുഴുവൻ തന്റെ കയ്യിൽ ഒതുക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ അവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഈ ഭൂമി മുഴുവനുള്ള സ്വർണവും, അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവനോ, അതല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളത് മുഴുവനും, അതോടൊപ്പം അത്രയും കൂടി അള്ളാഹുവിന് പ്രായശ്ചിത്തമായി നൽകി ആ നരക ശിക്ഷയിൽ നിന്ന് ഒരു മോചനത്തിന് ശ്രമിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രായശ്ചിത്തം ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല എന്നാണ് അവിടെ അള്ളാഹു അറിയിക്കുന്നത്. മാത്രമല്ല, ഏതൊരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാതെ വളരെ എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനോടും അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു അവരെ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ നരകമായിരിക്കും അവരുടെ സങ്കേതം, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ബഖറയുടെ 48-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്, വലാ യുഖദു മിൻഹാ അദൽ, അന്ന് ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമാക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പഠനത്തിന്റെ ഭാഗമായി ഒരു ക്ലാസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആ ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ തുടർന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.